എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം. കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഒക്ടോബർ മാസം 5-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചു. 18ാം ഗഡുവായിട്ടുള്ള 2000 രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിതരണം നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. മാസം 3000 രൂപയാണ് ഇതുവഴി ലഭിക്കുക. പെൻഷൻ പദ്ധതി ആയതിനാൽ 60 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈയൊരു ആനുകൂല്യം ലഭിക്കുക. കിസാൻ മന്ദൻ യോജന എന്നാണ് ഈയൊരു പദ്ധതിയുടെ പേര്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള റേഷൻ കാർഡുള്ള വ്യക്തികൾക്കാണ് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ആവശ്യമാണ്. 3 വർഷമുള്ള പ്രവൃത്തി പരിചയമാണ് ഉണ്ടായിരിക്കേണ്ടത്. ആദായ നികുതി അടക്കാൻ പാടുള്ളതല്ല. സ്ത്രീ പുരുഷ ഭേദമന്യേ റേഷൻ കാർഡിൽ പേരുള്ള 40 വയസ്സ് വരെ പ്രായമുള്ള ആർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആയിരിക്കണം. ഇത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആയതിനാൽ നമ്മൾ ചേരുന്ന പ്രായത്തിനനുസരിച്ച് എല്ലാ മാസവും മുടങ്ങാതെ അംശാദായവും അടക്കണം. കൃത്യമായി ലഭിക്കുന്ന ഫോമുകൾ ഓട്ടോ ഡെബിറ്റിംഗ് ഫോം ഉൾപ്പെടെ അത് ഫിൽ ചെയ്ത് കൊടുത്താൽ അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും തുക പിൻവലിക്കുന്ന സംവിധാനം ക്രമീകരിക്കുന്നതായിരിക്കും. കിസാൻ മന്ദൻ യോജന എന്ന സ്കീമിൽ 18ാം വയസ്സിൽ ചേരുന്ന ഒരു വ്യക്തി 55 രൂപയാണ് എല്ലാ മാസവും അടയ്ക്കേണ്ടത്. ഇതിന് തുല്യമായ വിഹിതം തന്നെ കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നതാണ്. 29ാം വയസ്സിൽ ചേർന്നാൽ മാസം തോറും 100 രൂപ അടക്കണം. തുല്യവിഹിതം കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കും. ഇനി 40ാം വയസ്സിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ 200 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്. 40 വയസ്സ് വരെ മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ ചേരാൻ സാധിക്കുക. 60ാം വയസ്സ് മുതൽ 3000 രൂപയാണ് പെൻഷനായിട്ട് ഇതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആധാർ കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ വിശദാംശങ്ങൾ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉണ്ട് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെ കിസാൻ മന്ദൻ യോജന എന്ന സ്കീമിൽ പങ്കുവെക്കേണ്ടി വരും. CSC സെന്റർ വഴിയും അക്ഷയ സെന്റർ വഴിയും അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ID ഉൾപ്പെടെ ജനറേറ്റ് ആവും. ഇത് കൃത്യമായി നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതുമാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സഹായത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.